കേരളത്തിൽ നിർബന്ധിച്ച് ബീഫ് തീറ്റിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ലെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. കേരള സ്റ്റോറി എന്നത് ഒരു സിനിമ മാത്രമാണ്. സിനിമയെ സിനിമയായി കാണണം. ഇത് ബിജെപിയുടെ സിനിമയല്ലെന്നും ഇഷ്ടമുള്ളവർ കണ്ടാൽ മതിയെന്നും രമേശ് പറഞ്ഞു. കേരള സ്റ്റോറി ബിജെപി ഉണ്ടാക്കിയ സിനിമയല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം.ടി. രമേശ് പറഞ്ഞു. സിനിമയെ സിനിമയായി കാണണം. കേരളത്തിൽ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു എം.ടി. രമേശിന്റെ മറുപടി. എനിക്കങ്ങനെ അറിയില്ല. അതൊരു സിനിമയാണ്. സിനിമയെ കണ്ടാൽ മതി. അതിൽ ഇഷ്ടമുള്ള ആൾക്കാർ കാണാൻ, കാണാതിരിക്കാം. അതിൽ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. സ്വാഭാവികമായിട്ട് ഓരോ സിനിമയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മളങ്ങനെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോഴും ബിജെപി അതിനെ നേരിട്ട് എതിർത്തിട്ടില്ല. സിനിമ കാണേണ്ടവർ കണ്ടോട്ടെ എന്ന നിലപാട് തന്നെയാണ് അന്നും സ്വീകരിച്ചത്. താൻ എമ്പുരാൻ സിനിമ OTTയിൽ കണ്ടിട്ടുണ്ടെന്നും എം.ടി. രമേശ് പറഞ്ഞു. PM ശ്രീ നടപ്പിലാക്കില്ലെന്ന രേഖാമൂലമുള്ള ഒരു അറിയിപ്പും കേന്ദ്രത്തിന് സംസ്ഥാനം ഇതുവരെ നൽകിയിട്ടില്ലെന്നും എം.ടി. രമേശ് പറഞ്ഞു. കുട്ടികളുടെ ആനുകൂല്യം നഷ്ടപ്പെടുത്തിയാൽ അതിന് സംസ്ഥാന സർക്കാർ തന്നെയാണ് മറുപടി പറയേണ്ടി വരികയെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കെതിരെ PC ജോർജ് നടത്തിയ പരാമർശം കണ്ടിട്ടില്ലെന്നും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തന്നത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെയാണെന്നും എം.ടി. രമേശ് പറഞ്ഞു. അല്ല, ഞാൻ ഏത് കോണ്ടസ്റ്റിലാണ് പറഞ്ഞത്, അതിന്റെ അലകും പിടിയും അറിയണല്ലോ. അപ്പുറത്തും ഇപ്പുറത്തും എന്താ പറഞ്ഞത് കൂടി അറിയണ്ടേ? ബിജെപി അങ്ങനെ അഭിപ്രായമില്ലല്ലോ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തി മഹാത്മജിയാണ് എന്ന കാര്യത്തിൽ ബിജെപിക്ക് ഒരു തർക്കവുമില്ല. ഏതെങ്കിലും ഒരു സമരം മാത്രമല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. ധാരാളം സമരങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സത്യാഗ്രഹ സമരം തന്നെയാണ്. ആ സമരത്തിന് നേതൃത്വം ഗാന്ധിജിയാണ്. അതിലാർക്കാ അഭിപ്രായ വ്യത്യാസം തർക്കമുള്ളത്? ഒരു തർക്കമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഗാന്ധിജിയുടെ പേര് ലോകം മുഴുവൻ എത്തിക്കാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് പരിശ്രമിക്കുന്നത്. ലോകത്തിൽ ഗാന്ധിജിയുടെ സ്മരണം നടത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ പരിപാടികൾ ഇന്ന് സംഘടിപ്പിക്കുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റാണ്. ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം തന്നെ ഉണ്ടാകുമെന്ന സൂചനയും എം.ടി. രമേശ് നൽകി. ആദ്യ പട്ടിക അംഗീകാരത്തിനായി കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. അത് ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ആരൊക്കെ സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യം ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും എം.ടി. രമേശ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.